ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച എന്നതിലുപരി നമ്മളുടെ ഡിംപിളിൻ്റെയും ആൻസൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ആ ദിവസം നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. സംഭവം രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നെങ്കിലും അങ്ങനെയുള്ള ഒരു ഫീലിങ്ങും ഇല്ല, ഒരു എന്താ പറയുക കുറവും ഇല്ലാത്ത രീതിയിൽ രാവിലെ എണീറ്റ് വിഷ് ചെയ്യുക. അതുപോലെ ഒരു സർപ്രൈസായിട്ടൊരു കേക്ക് ആൻസൺ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രിയിൽ പുറത്തേക്ക് എവിടെയും പോയില്ല, കുട്ടികളെയും കൊണ്ട് പോവുക എളുപ്പമല്ല. രാത്രിയിൽ ഞങ്ങൾ ആ കേക്ക് കട്ട് ചെയ്ത് ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങി ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന പോലെ അകത്ത് തന്നെ എൻജോയ് ചെയ്തു കേട്ടോ. ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വഴിയേ കാണാം. അങ്ങനെ നേരം വെളുത്തു, ചട്ടികളൊക്കെ അവിടെ പുറത്തിരിക്കുകയാണ്. കാരണം അകത്ത് ഇന്നലെ വെച്ചപ്പോൾ കുട്ടികൾ അതിട്ട് തട്ടി കളിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അകത്ത് പുറത്തേക്ക് തന്നെ വെച്ചേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മൾ ഇന്നലെ കുറേ കമ്മൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ കമ്മലുകളൊക്കെ ഡാഡി ഷീറ്റുകളിലേക്ക് ആക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ 10 ഫോട്ടോ എടുത്തിട്ട് വേണം അതുമ്പോൾ നമ്പറൊക്കെ ഇട്ട് കറക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഷീറ്റിൻ്റെ നമ്പർ അനുസരിച്ച് ഈ നമ്പറിൽ ഇത്രാമത്തെ റോല് ഇത്രാമത്തെ കമ്മലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എനിക്ക് അയച്ചു തരാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് ഈ കമ്മലിൻ്റെ എന്താ പറയുക കമ്മൽ കൊടുക്കുന്ന രീതി. അങ്ങനെ ഞാൻ രാവിലെ തന്നെ എണീറ്റ് കംപ്ലീറ്റ് എന്താ പറയുക പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി കമത്തി വെച്ചേക്കായിരുന്നു. നമ്മുടെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ രാത്രിയിലാണല്ലോ കഴുകി വയ്ക്കുക. പിന്നെ രാവിലെയാണ് ഞാനത് എടുത്ത് ഉണക്കി വയ്ക്കുക. അപ്പോൾ ഉണക്കയല്ല, അങ്ങനെ എടുത്ത് വെച്ചാൽ ഓൾറെഡി അങ്ങനെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ മാതാവിൻ്റെ തിരിയൊക്കെ കത്തിച്ച് നോക്കിയപ്പോൾ ഇന്ന് മുട്ടച്ചുരുളാണ്. കാരണം ഇന്ന് ശനിയാഴ്ചയാണ്, കുട്ടികൾക്ക് സ്കൂളിലേക്കൊന്നും കൊണ്ടുപോകണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാവുന്ന എന്തെങ്കിലുമാണ് സാധാരണ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത് മുട്ടച്ചുരുളാണ്. നിങ്ങൾക്കറിയാമല്ലോ, എന്നും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കില്ല. അങ്ങനെ ഞാൻ മുട്ടച്ചുരുള അവിടെ ഡിവൈൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിവിടെ നമ്മുടെ പാക്കിങ്ങിന് രാവിലത്തെ ഫസ്റ്റ് പാക്കിങ് 10:30 പാക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള സംഭവങ്ങൾ ഞാൻ പാക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ മണിമാലയ്ക്ക് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാട്ടോ. ഞാൻ ആ ബോൾ ചെയിൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്രീം കളക്ഷൻസിൽ. അപ്പോൾ അതോട് കൂടിയിട്ട് ഭയങ്കര ഡിമാൻഡായി മണിമാല. കാരണം എല്ലാവരും മറന്ന് കിടക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇത് കണ്ടോട് കൂടിയിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 6 പിടിയും 8 പിടിയും 10 പിടിയും, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ 10 പിടി കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്, നീണ്ടിങ്ങനെ കിടന്ന് തുമ്പത്തൊരു കോയിനോ അല്ലെങ്കിൽ താലിയോ ലോക്കറ്റോ എന്തെങ്കിലും ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അതിന്. അപ്പോൾ ഇതാണ് കേട്ടോ മണിമാല. അപ്പോൾ ഞാൻ മുമ്പ് എടുത്തിരുന്നതാണ്. അപ്പോൾ ഞാനിത് പാക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടി കാണിക്കുന്നതാണ്. പിന്നെ ഇത് നമ്മളുടെ ഡബിൾ ലെയർ ഉർവശി വെച്ചിട്ടുള്ള മണിമാല. ഇതും നല്ലൊരു പാറ്റേണാണ്. ഇത് ശരിക്കും താലിമാല പോലെ ഇടാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 6 പിടി 8 പിടിയൊക്കെ ആക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതാണ് ആ മാല. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ 10 പിടിയാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ചെയിൻമ കണ്ടറിയാം, ആ ബോഡിയുടെ ഏറ്റവും അടിയിൽ വരെ മുട്ടുമ്പോഴാണ് 10 പിടി. ഇത് 8 പിടിയായിരുന്നു. നല്ല മാല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ 2-3 ദിവസം കൊണ്ട് 6-7 മാല പോയിട്ടുണ്ട് കേട്ടോ. കിട്ടിയവരൊക്കെ ഭയങ്കര നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നല്ല മാല ആൻറ്റി എന്ന് പറഞ്ഞു. ഇത് കുറച്ച് പേർക്ക് സംശയമുണ്ട് താലിയാണോ എന്ന്. താലിയൊന്നുമല്ല, ഇതൊക്കെ ഒരു ഫാൻസി അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്കോച്ചൻ പറഞ്ഞതിന് മുമ്പ് പാച്ചുമായിരുന്നു ഡിവൈൻ്റെ കൂടെ ഫുൾ ടൈം അമ്മ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പാച്ചു വന്നതിന് ശേഷം ഒരിത്തിരി അകൽച്ച വന്നു. പിന്നെ ഇപ്പോൾ അങ്ങനെ അവനെ ഒറ്റയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പരുവം കഴിഞ്ഞല്ലോ പാച്ചുവിനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആരും ഇല്ലാത്ത സമയം നോക്കി നമ്മുടെ മേല് വന്നിരുന്ന് കൊഞ്ചിട്ടോ. അപ്പോൾ ഇന്ന് അതുപോലെ ഡിവൈൻ്റെ മേത്തിരുന്നിട്ട് കളിക്കുന്നതാണ് ഈ കണ്ടത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാർ പോർച്ചിൽ ഇറങ്ങിയപ്പോൾ ഫുൾ കാറുകൾ അവനിങ്ങനെ നിരത്തിയിട്ടേക്ക രണ്ടുപേരും കൂടിയിട്ട്. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ നമ്മൾ പാവർട്ടി വീട്ടിൽ ടാക്സികൾ നിരന്ന് കിടക്കുന്നത് ഓർമ്മ വരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെടിക്കാരൻ അക്കിയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ നേരെ ഇങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷ കണ്ടപ്പോൾ അതാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ചേട്ടൻ സ്കൂട്ടർമ്മയാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പലതരം ചെടികളായിട്ടാണ് വന്നത്. ചെടികളും വളം ഒക്കെ ഉണ്ടായിരുന്നു കയ്യിൽ. അങ്ങനെ ചേച്ചി കുറേ സാധനങ്ങൾ അവിടെ വാങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഇറക്കിയപ്പോൾ ശരിക്കും ഞങ്ങളും ചെടി വാങ്ങിക്കാൻ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഇന്നലെ കണ്ടില്ലേ നിങ്ങൾ ചട്ടി വാങ്ങിക്കൊണ്ടത്. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് ഇയാൾ വന്നത്. അപ്പോൾ ഇവിടെ പോൾസേട്ടൻ വേറൊരു പരിപാടിക്ക് ഓട്ടോയിൽ പോകുന്ന സമയത്ത് ഞങ്ങളെയൊക്കെ കണ്ടപ്പോൾ ഇറങ്ങി ഓടി വന്ന് ചാക്കോച്ചനെ കാണാൻ വന്നതാട്ടോ. അവിടെ നിന്ന് വർത്താനം പറഞ്ഞ വഴിക്ക് ചാക്കോ ഒച്ച കേട്ടിട്ട് ഓടി വന്ന് എത്തിച്ച് നോക്കിയതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു കൊറിയർ വന്നു, ഒരു ഗിഫ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും അക്കിയുടെ വീട്ടിൽ മറ്റേ പട്ടിലിൻ്റെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അങ്ങനെ ഒരെണ്ണം കിട്ടണം എന്നുള്ളത്.
അപ്പോൾ അതുപോലെ തന്നെ ഒരെണ്ണം കിട്ടി. ഞാനത് വിശദമായിട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ ദേ ചെടികൾ എനിക്ക് തോന്നുന്നു ഒരു 10-30 ചട്ടി വാങ്ങിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. 12 റോസ് തന്നെ 12-13 പാറ്റേൺ ഉണ്ട്. പിന്നെ റോസിൻ്റെ ചട്ടി ഒരു 4-5 പാറ്റേൺ ഉണ്ട്, നിറച്ച് ബട്ടൺ റോസ് പോലെയുള്ള സംഭവം. അങ്ങനെ എന്താ പറയുക, കുറേ പാറ്റേൺ ചെടികൾ വാങ്ങിയിട്ട് എല്ലാതും നല്ലത് തന്നെയായിരുന്നു. നല്ല എന്താ പറയുക, നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെയായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ മണ്ണ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മണ്ണും വളവും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് വളം കൊണ്ടുവന്നപ്പോൾ പാലക്കാട് നിന്നാണ് ആ ചേട്ടൻ വരുന്നത്. അപ്പോൾ വസന്തേച്ചിയുടെ വീട്ടിൻ്റെ അവിടെ നിന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അവിടെ വസന്തേച്ചിയുടെ പോലെ വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെക്കാൾ പ്രായമുള്ള ഒരാൾ നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. മോള് കഴിച്ചോ, മോള് കിടന്നുവോ, എന്താ കിടക്കാത്തേ എന്നൊക്കെ ചോദിച്ച് സ്നേഹത്തോടു കൂടി ശാസിക്കുമ്പോൾ അതിനൊരു സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സുഖം വസന്തേച്ചിയുള്ളപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. അത് നമ്മുടെ അമ്മമാർ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെ കാര്യമായിട്ട് നമ്മളെ ആരും ശ്രദ്ധിക്കില്ല. പക്ഷേ ഇങ്ങനെ ഒരാളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാനും പറയാനൊക്കെ ഒരാളുണ്ടെന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വസന്തേച്ചിയുടെ പ്രായമുള്ള ഒരാളെയൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേ ഡിവൈൻ ഭയങ്കര ഹാപ്പിയായി, നിറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോൾ മൂപ്പർക്ക് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഡിമ്പിൾ ദേ ഇത് വെച്ചിട്ട് മറ്റേ പട്ട്ലിൻ്റെ തുറന്നിട്ട് അവൾ പാട്ട് പാടാൻ നിൽക്കുക കേട്ടോ. ഇതുപോലത്തെ ഒരെണ്ണം വലിയത് മുനമ്പത്തുണ്ട്. അപ്പോൾ അവൾക്ക് അതിങ്ങനെ ആ വിശേഷം പറയണം, അവിടെയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിന് മറ്റേ ബേസില്ല. ബേസ് നമുക്ക് ഏതെങ്കിലും വെക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നിനും പറ്റില്ലെങ്കിൽ നല്ല ചെടിച്ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒറിജിനലാണെന്ന് തോന്നുന്നു. അക്കിയുടെ വീട്ടിൽ കണ്ട പ്ലാസ്റ്റിക്കാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു സമാധാനത്തിൽ വെക്കും. ഇന്നിപ്പോൾ തൽക്കാലം ഞാൻ ആ മറ്റേ ലക്കി ബാമ്പിൻ്റെ ഉള്ളിൽ ഡാഡി കുത്തിവെച്ചെങ്കിലും ഇപ്പം അത് അവിടെ നിന്ന് എടുത്ത് മാറ്റി വേറെയിൽ വെക്കണം. അങ്ങനെ ഞങ്ങളിതേ എല്ലാം കഴിഞ്ഞ് കയറി വന്നപ്പോൾ അതേ കണ്ടു അകം കിടക്കണുണ്ട് നമ്മുടെ 3 പിള്ളേർ കൂടി മറച്ചിട്ടിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് ഒരേ ഗ്ലാസ് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇനി പിന്നാക്കം വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെടി നടാനായിട്ട് വന്നു. അപ്പോൾ ഡാഡി പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പോയി. ഡിംപിൾ കിച്ചണിലേക്ക് പോയി. ഞാനും ഡിവൈനും കൂടിയിട്ടാണ് ചെടി നടൽ പ്രക്രിയയ്ക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നിറച്ച് കൊക്കോബിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മറ്റേ എന്താ പറയുക കുതിരാൻ വേണ്ടി വെച്ചു. അങ്ങനെ കുറേ ചട്ടികൾ മറ്റേ റോസിൻ്റെയാണ് വെച്ചത്. അപ്പോൾ ഒരിടയ്ക്ക് നമ്മളുടെ വീട്ടിൽ മുഴുവൻ റോസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഫുൾ റോസായിരുന്നു. അപ്പോൾ റോസ് ഈ മുള്ളുള്ള സാധനം അധികം വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വിധം ഒക്കെ ഞാൻ മാറ്റിയതായിരുന്നു. അപ്പോൾ വീണ്ടും റോസ് തന്നെ വന്ന് പെട്ടു. അപ്പോൾ എൻ്റെ ഉള്ളിൽ വെറുതെ ഒരു എന്താ പറയുക, ശരിയൊന്നും അല്ല എങ്കിലും നമുക്ക് വെറുതെ ഒരു ഭയം, മുള്ളാണല്ലോ കർത്താവേ മൊത്തം എന്നുള്ളത്. പക്ഷേ എല്ലാതും അങ്ങനെയല്ല. ഓരോ തരം ചെടികളും കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ റോസും ഉണ്ട് എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ദേ നമ്മളുടെ ആ വശം മുഴുവൻ ഞാൻ ഒരു വിധത്തിൽ അങ്ങോട്ട് ഒതുക്കിയിട്ട് ഊണ് കഴിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങളെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഊണ് കഴിക്കാൻ നോക്കിയപ്പോൾ നല്ല പരിപ്പ് മിളക് കാച്ചിയതും കക്ക നാളികേരം ഇട്ടിട്ട് വറുത്തതും പിന്നെ എന്തുട്ടാണ് അച്ചാറും ഒക്കെ ആയിരുന്നു ഇന്ന് ഉച്ചയിലത്തേക്ക് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മളിത് വിചാരിക്കാത്തൊരു കാര്യമാണ് ഇന്ന് നടന്നത്. ചെടികൾ വന്നതും വാങ്ങിയതും അത് നടാൻ നിന്നതും. അപ്പോൾ ഇത് ഇന്നലെ വാങ്ങിയ വലിയ ചട്ടിയാണ് കേട്ടോ. ഈ ചട്ടി ഞാൻ അപ്പുറം വെച്ചിട്ട് ഇവിടുത്തെ ചട്ടി എടുത്ത് ഞാൻ കിണറിൻ്റെ മുകളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ബാച്ച് പാക്ക് ചെയ്യാനായിട്ടിരുന്നു. ഇത് നമ്മുടെ നാഗപടത്തിൻ്റെ വളയാണ്. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ വീതിയുള്ള വള ഉണ്ടാവാറ്. ഇത് ഒരു സാധാരണ ഒരു വള, എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് പറഞ്ഞ പോലെ ഒരു ചെറിയ നെക്ലസ്, ഒരു 2 പവനൊക്കെ തോന്നുന്ന ഒരു ചെറിയ നെക്ലസ്. ഇത് കണ്ടമാനം പോയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കേട്ടോ. ഈ കല്യാണ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എണ്ണം തയ്ക്കാൻ വേണ്ടിയിട്ട് നെക്ലസും അതിൻ്റെ താഴെ ഒരു ലെയർ മാല ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ നവരത്നത്തിൻ്റെ വള. നിങ്ങൾക്കറിയാം ഇത് കണ്ടമാനം പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തിൽ ഒരെണ്ണം എങ്കിലും പോവാത്ത ദിവസമില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതും പിന്നെ എൻ്റെ കൈമ കിടക്കുന്ന ഒഴുക്കൻ വള, ഒരു 2-3 തരം വളകളുണ്ട്. അത് എന്നൊക്കെ പിന്നെ ഒരു കരിമണി വള, ഇതൊക്കെ എന്നും നമ്മളുടെ അവിടെ നിന്ന് പോകുന്ന വളകളാണ് കേട്ടോ. അപ്പോൾ ഈ മാല നിങ്ങൾക്കറിയാം ഞാൻ പലവട്ടം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കുട്ടി ഇങ്ങനെയാണ് എടുത്തത്, ഇങ്ങനത്തെ നവരത്നത്തിൻ്റെ വളയും പിന്നെ ഈ മാലയും കൂടിയിട്ട്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2.4 2.6 മാത്രമേ ഉള്ളൂ കേട്ടോ. കുറേ പേര് എന്നോട് ചോദിച്ചിട്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കുറേ പേർക്ക് പരിഭവമായി. പക്ഷേ ഞാൻ എന്താ ചെയ്യുക, അത് വന്നിട്ടില്ല പിന്നെ സ്റ്റോക്ക്. ഇത് നമ്മുടെ നെറ്റ് ബോൾ ചെയിൻ്റെ സെറ്റുള്ള വള, അത് ഇഷ്ടം പോലെ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ 2 ദിവസം കൂടുമ്പോഴെങ്കിലും 2-3 പോവും. അത് ഇത്തിരി ഡിമാൻഡുള്ള വളയാണ് കേട്ടോ അത്. പിന്നെ ഇത് നമ്മുടെ ലക്ഷ്മിയുടെ വള.
ഇതും ഈ പറഞ്ഞ പോലെ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ കല്യാണ പെൺകുട്ടികൾക്ക് മുഴുവൻ അഷ്ടലക്ഷ്മിയാണ് കൊണ്ടുവരുന്നത്, ഭയങ്കര വീതിയിലുള്ളത്. ഇപ്പം അത് മാറ്റി ഇത് 2 ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കല്ലുള്ളതുകൊണ്ട് കല്ലില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ കുറച്ചും കൂടി നേരിയ വെർഷൻ, ഒരു 4 വള കഴിഞ്ഞിട്ടൊരു വള അങ്ങനെ ഇടാവുന്ന പോലെയുള്ള വളയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള വളയാണ്. കല്യാണ പെണ്ണുങ്ങളുടെ കാര്യം കേട്ടോ, നമുക്കൊക്കെ സാധാരണ എങ്ങനെ വേണമെങ്കിൽ ഇടാം. ഇതും ഇവിടെ കയറുപിരി വളയാണ്. ഇതൊരു 4 5 പാറ്റേൺ ഉണ്ട്. എല്ലാതും ഒന്നിനൊന്ന് മെച്ചാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. അപ്പോൾ ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരെണ്ണം കണ്ടിട്ട് ഇത് തന്നെ വേണമെന്ന് പറയും. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ സ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇതാവില്ല. പുതിയ പുതിയ പാറ്റേണുകൾ വരുമ്പോൾ നമ്മൾ പഴയത് അങ്ങനെ എപ്പോഴെപ്പോഴും പഴയത് തന്നെ വരുത്തി വെക്കില്ലല്ലോ. അപ്പോൾ ഇതും നല്ല വളയാട്ടോ. 4 പാറ്റേണും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതിലെനിക്ക് തോന്നുന്നു ഇപ്പോൾ കാണിച്ചതിൽ 2 പാറ്റേൺ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഇന്നൊക്കെ ഞാനത് എടുത്തിട്ടുള്ളൂ. അങ്ങനെ ദേ പിള്ളേർസൊക്കെ ഉറങ്ങി എണീറ്റു. അവരതേ തുടങ്ങി, അവരുടെ കുറുമ്പും കാര്യങ്ങളും തുടങ്ങി. അപ്പോൾ ഇവർക്ക് പിന്നെ ചായ കുടി കാപ്പിക്കുടി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ കുടിക്കുന്ന പാല്, അതാണ് അവരുടെ ഉച്ചതിരിഞ്ഞ് 4 മണി വരെയുള്ള ഭക്ഷണം കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങളവിടെ നിൽക്കുമ്പോഴാണ് നോബിൾ ഒരു ചക്ക കൊടുത്തത് ഡിവൈനല്ല നമുക്കൊരു ചക്ക തന്നത്. അപ്പോൾ ഡാഡി വേഗം ചക്ക വെട്ടി പകുതി അക്കിക്ക് കൊണ്ടു കൊടുത്തു. കുറച്ച് എടുത്തിട്ട് ഇതേ ചോള ആക്കി ഡിംപിൾ ചോളയും കുരു മാറ്റി വെക്കുന്നുണ്ട്. അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് അരിഞ്ഞിട്ട് ഡിവൈൻ്റെ ചക്ക വറക്കുന്നുണ്ട്. അപ്പോൾ ഡിവൈന് ഇഷ്ടമായി, ചക്ക വറക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവിടെ ചക്കയും മാങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ചക്കയുടെയും മാങ്ങയുടെയും വിശേഷങ്ങളും അതിൻ്റെ പണ്ടത്തെ കാര്യങ്ങളും അത് പുഴുക്ക് വെക്കണതും ഒക്കെ എപ്പോഴും പറയും കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഡാഡിക്ക് അങ്ങനെ പുഴുക്കൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുഴുക്കിന് പകരം ഉപ്പേരി വെച്ചാൽ മതി എന്നുണ്ട്. അപ്പോൾ നാളെ എന്തായാലും കുറച്ചെടുത്ത് ഉപ്പേരി കാച്ചാൻ പറയും. എനിക്ക് എന്തോ ഇങ്ങനത്തൊക്കെ കാണുമ്പോൾ തിന്നാനായിട്ടൊരു പൂതിയാണ് കേട്ടോ. അങ്ങനെ പിള്ളേർ 3 ഓച്ചുവിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കണം. ഓച്ചുവിനിട്ട് ഇങ്ങനെ എന്താ പറയുക, എരിപിരി കൊള്ളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ ഒരാൾ ചക്കയും ഒരാൾ മാങ്ങയൊക്കെ നന്നാക്കണ സമയം കൊണ്ട് ഞാൻ നമ്മുടെ പിള്ളേർസിന് ഫുഡ് കൊടുക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഡാഡി ചക്ക നന്നാക്കി ബാക്കി കുറച്ച് അക്കിയുടെ വീട്ടിലേക്ക് കൊണ്ടു കൊടുത്തു. അപ്പോൾ അതിനു വേണ്ടി പോയ സമയത്ത് ഞാൻ പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി ഇവർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം കാരണം എന്താ വെച്ചാൽ മഴയുടെ ഒരു കോളുണ്ട്. അപ്പോൾ ഞാൻ കൊക്കോപിറ്റൊക്കെ ഇതിൻ്റെ ജസ്റ്റ് താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്ത് വെള്ളം വന്നു കഴിഞ്ഞ് ഇത് കംപ്ലീറ്റ് ഒലിച്ച് പോകും. അപ്പോൾ അത് നമ്മൾ വേണ്ട അതൊക്കെ ശ്രദ്ധിക്കാൻ. അപ്പോൾ അത് ഞാൻ മാറ്റി വയ്ക്കാൻ നിൽക്കുമ്പോഴേക്കും ഡാഡി വന്നു. അപ്പോൾ ഡാഡി അത് മാറ്റി വെച്ച് നിൽക്കുമ്പോഴേക്കും ഡിവൈൻ വന്നിട്ട് നമുക്ക് ഒന്നിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ സൈഡ് മൊത്തം ഒന്നടിച്ച് വെടുപ്പാക്കി. അപ്പോൾ ഡിവൈൻ അടിക്കുന്നതോട് കൂടിയിട്ട് ഞാൻ ചട്ടികൾ ക്രമമനുസരിച്ച് വെച്ച് ഒരു പരിധി വരെ ഒരു 50% ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ചുകൂടി പണിയുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ അവിടെ മണ്ണ് വീണ അടിച്ചെടുക്കാനും വലിയ പാടാട്ടോ. അങ്ങനെ അതേ സന്ധ്യാസമയമായി. അപ്പോൾ ഞാൻ അവർക്കുള്ള ഭക്ഷണം പാല് കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർക്കുള്ള ഭക്ഷണം വാരി കൊടുക്കണം. അപ്പോൾ അത് വാരി കൊടുക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അവർക്ക് ഫുഡ് വാരി കൊടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയി കുളിച്ചു. അത്രയും ചൂടായിരുന്നു കേട്ടോ. നമ്മൾ എന്താ പറയുക, ഒന്ന് വെള്ളത്തിൽ കിടന്ന് മുങ്ങാനായിട്ട് തോന്നി. അങ്ങനെ അപ്പോഴേക്കും വീക്കായിരുന്നു. അവർ ഹോം ഡെലിവറി ഉണ്ട്. അപ്പോൾ അവിടേക്ക് മറ്റേ ഗുളികകളും പിന്നെ കുട്ടികളുടെ പാൽപ്പൊടി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുളിയൊക്കെ കഴിഞ്ഞ് അതൊന്ന് വെട്ടി ബോക്സിലാക്കാമെന്ന് വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ വെട്ടി അത് ബോക്സിലാക്കാം. ആദ്യം എനിക്കൊരു കുഞ്ഞ് ബോക്സായിരുന്നു കേട്ടോ. പക്ഷേ ആ കുഞ്ഞ് ബോക്സിലുള്ള ഗുളികകളൊന്നുമല്ല, ഇപ്പോൾ ഇത്തിരി കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബോക്സിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് കേക്ക് കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ ആൻസൺ കേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തു. അപ്പനെ അവൻ വീഡിയോ കോൾ ചെയ്തു, സംസാരിച്ചു. അങ്ങനെ എന്താ പറയുക, ഒരു ബർത്ത്ഡേ ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചത്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അവിടേക്ക് വിട്ട് ഒരു സർപ്രൈസ് വീഡിയോ ആക്കണം എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ അതൊന്നും നടന്നില്ല. നമ്മൾ വിചാരിക്കുന്നതൊന്നും അല്ലല്ലോ നടക്കുക. ഇപ്പോൾ ഇന്ന് തന്നെ കണ്ടില്ലേ, ഉച്ചയ്ക്ക് മുമ്പായിട്ട് നമ്മൾ വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തത്, അത് ചെയ്യണം ഇത് ചെയ്യണം. പക്ഷേ ചെയ്തത് മൊത്തം ചെടി വയ്ക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ തീരുമാനിക്കണ പോലെ ഒന്നും അല്ല കാര്യങ്ങൾ നടക്കണേന്ന്. അങ്ങനെ വൈകുന്നേരം മറ്റേ അൽഫാമും പിന്നെ ബീഫിൻ്റെ ഇതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേര്, കാരണം ഈ കുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എളുപ്പമില്ല. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു ഇതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ ഇങ്ങോട്ട് വരുത്തിച്ചിട്ട് ഓർഡർ ചെയ്തിട്ട് നമ്മളിവിടെ കഴിക്കുക ചെയ്തത്. കുട്ടികൾക്ക് പിന്നെ ഇവിടെ ഉള്ള സാധനങ്ങൾ തന്നെയാണ് കൊടുത്തത് കേട്ടോ. അങ്ങനെ ഞാൻ കിച്ചണൊക്കെ ഒതുക്കുക നിന്ന് കഴിഞ്ഞ് നേരെ ഇവിടെയും ആകെ വലിച്ചു വാരി കിടക്കായിരുന്നു. ഇവിടെയും ഒതുക്കി. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ വശം ഒതുക്കി. അത് കഴിഞ്ഞ് ഞാൻ വേഗം ഇനി അടുത്തൊരു സെക്ഷൻ, കാരണം ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ എനിക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്ന്
അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി എനിക്ക് ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ട് അപ്പോൾ ഞാൻ എല്ലാവരോടും പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പാച്ചുട്ടൻ ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാത്ത കാരണം നേരത്തോടെ ഉറങ്ങി. തോമും അതെ, തോമുവിനും ഈ പറയണം ഉച്ചയ്ക്ക് ഉറങ്ങി. അവൻ രാത്രി എണീക്കാൻ ഉറങ്ങാനായിട്ട് ഭയങ്കരമായിട്ട് വൈകും. അപ്പോൾ അത് ഇവരുടെ ഉറക്കത്തിനെ കൂടി ബാധിക്കുന്നത് കൊണ്ട് അവൻ ഉച്ചയ്ക്ക് ഉറക്കാറില്ല കേട്ടോ. പക്ഷേ അതുകൊണ്ട് തന്നെ അവനും തോമും പാച്ചും ചാക്കോച്ചനും 3 പേരും സുഖമായിട്ട് എനിക്ക് തോന്നുന്നു 11:30 ആകുമ്പോഴേക്കും കിടന്ന് ഉറക്കം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ അന്ന് 11:30 അല്ല, ഇപ്പോൾ 11 ആയിട്ടുള്ളൂ. അപ്പോൾ 10:30 ആകുമ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ നമ്മുടെ അന്നത്തെ കാര്യങ്ങളൊക്കെ എഴുതിയതിന് ശേഷം ഞാൻ 2 മറ്റേ കൊന്ത വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപോലെയുള്ള 2 കൊന്ത. അപ്പോൾ 2 കൂട്ടർക്ക് വേണമായിരുന്നു. ഒന്ന് അമ്മമാർക്ക് ഗിഫ്റ്റ് ചെയ്യാനും ഒന്ന് കല്യാണത്തിന് മറ്റേ നെല്ല് നീരുമീത്തിയിട്ടിടാനായിട്ടും ഈ കൊന്തയാണ് കൊണ്ടുപോകട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ഒരു കൂട്ടരെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നല്ല 2 കൂട്ടർ 2 കൂട്ടരാന്ന് തോന്നുന്നുണ്ട്. ഇതുപോലെ എന്നോട് കൊന്ത പറഞ്ഞു ആൻറ്റിയുടെ കൈ കൊണ്ട് കൊന്ത വാങ്ങിയിട്ട് എൻ്റെ മക്കൾക്ക് കുരിശ് വരച്ച് കയറ്റാനാന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ ആരുമല്ല, ഒന്നുമല്ല, പക്ഷേ എന്നിൽ എന്താ പറയുക, എൻ്റെ കൈ കൊണ്ട് വാങ്ങിച്ച് ചെയ്യണം എന്ന് തോന്നി എന്നൊക്കെ പറയുമ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷവും എനിക്കറിയില്ല എന്താ പറയുക എന്നുള്ളത് കേട്ടോ. അങ്ങനെ രാത്രി ആയപ്പോഴേക്കും അടുത്ത നെക്ലസ് പാക്കിങ്ങാണ്. ഇതൊക്കെ അധികം വിലയില്ലാത്ത നെക്ലസ്സാണ്. അത് ഇനിയും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കണ്ടമാനം പോയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് ഇന്നും അതിന് ഡിമാൻഡാണ്. അങ്ങനെ നല്ലൊരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നല്ലൊരു ശനിയാഴ്ചയായിരുന്നു. അപ്പം ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ച, നാളെ ഒരു സ്പെഷ്യൽ സ്ഥലത്ത് പോകാനുണ്ട്. ഞങ്ങളെ വിസിറ്റ് ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പോകണം. പോയി വന്നതിന് ശേഷം ഞാനത് എവിടെയാണ് എന്താണെന്നുള്ള വിശദ വിവരം പറയാം കേട്ടോ. കാരണം പോകാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വിഷമമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ നാളെ നല്ലൊരു സൺഡേ ആവട്ടെ എല്ലാവർക്കും കേട്ടോ. അപ്പോൾ നാളത്തെ വിശേഷമായിട്ട് ഞാൻ വേഗം വരാം. അതുവരയ്ക്ക് ബൈ.